നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ, സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണം ആ സംഘടനയുടെ ചെയർമാനാണ്. ബഹുമാനി, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിലെ അവതാരകനായ രാമചന്ദ്രൻ അവരുകൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന് ആത്മാവിൽ നിത്യശാന്തി നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. അൻവർ പിണറായി ആണ് ഇപ്പോൾ ചർച്ചാ വിഷയം. അൻവർ DMK ആയിട്ട് സംസാരിച്ചിട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം. അതിന് മുൻപായിട്ട് ഈ വെള്ളിയാഴ്ച ദിവസം ചില സ്ഥലങ്ങളിൽ എലക്ട്രിസിറ്റി ബോർഡുകാർ ഒരു 12 മണിയാകുമ്പോൾ ലൈൻ ഓഫ് ചെയ്ത് ലൈന് ക്ലീൻ ചെയ്യാൻ വരാറുണ്ട്. സാധാരണ അത് വന്നു പോകുന്നതാണ്, കരുതിക്കുട്ടിയല്ല. പക്ഷെ ചില സ്ഥലങ്ങളിലും അതിലൊരു ദുരുദ്ദേശത. ഇത് ഞങ്ങൾ നിരന്തരമായി ഡിപ്പാർട്ട്മെൻറ്റിലും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അറിയിച്ച പോലെയായിട്ട് ഇപ്പം അങ്ങനെ വെള്ളിയാഴ്ച 12 മണിക്ക് ലൈൻ കട്ട് ചെയ്യുന്ന പരിപാടി കാണുന്നില്ല. സന്തോഷം. ഏത് സമുദായമാണെങ്കിലും ഏത് മതമാണെങ്കിലും നമ്മൾ എല്ലാ മതവും നമ്മൾ അംഗീകരിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. ആരാധന അത് അവരവരുടെ മതത്തിൽ മാത്രം മതി. അതുപോലെ ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു എറണാകുളം പട്ടണത്തിൽ. ഞങ്ങൾക്കറിയില്ല, എറണാകുളം പട്ടണത്തിൽ ഒരു റോഡിൽ ഒരാൾ തലറി വീണ് അപ്പോൾ റോഡ് ബ്ലോക്കാവും. അത്ര നാലോ റോഡുകളും വാഹന തിരക്കുള്ള സ്ഥലമാണ്. ഇന്നലെ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞത് ഏതാണ്ട് എറണാകുളം സിറ്റിക്കകത്ത് നോർത്ത് സൗത്ത് ബ്രിഡ്ജിനുള്ളിൽ അതിൻ്റെ 1 ഡസൻ മുസ്ലിം ജുമാഅത്ത് പള്ളിയുണ്ട്. വെള്ളിയാഴ്ച നമസ്കാരമുള്ള പള്ളി, അത് ജമാഅത്ത് പള്ളിയാണ്. അതുകൊണ്ട് അല്ല ഏതാണ്ട് ഒരു 10,000-നും 15,000 എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അത് കുറേ പേർക്ക് ഇന്നലെ പങ്കെടുക്കാൻ പറ്റില്ല. കാരണം BJPയുടെ ഒരു കമ്മീഷൻ ഓഫീസിലേക്ക് താലൂക്ക് ഓഫീസിലേക്ക് എന്തൊരു മാർച്ച് ഉണ്ടായി. അത് കമ്മീഷണറുടെ അപ്പുറത്ത് തടഞ്ഞു. അങ്ങനെ ബ്ലോക്കായി. MG റോഡ് ബ്ലോക്കായി. ഞാൻ കൂടി അനുഭവപ്പെട്ട ആളാണ്. MG റോഡ്. പക്ഷേ എനിക്ക് നിറവശാൽ വേറെ ഉടുക്കൊഴിയൊക്കെ അറിയാവുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ റോഡ് ബ്ലോക്കായി. 1-1.5 മണി കഴിഞ്ഞപ്പോഴാണ് അത് ലൈൻ തീർന്നത്. നമസ്കാരം കഴിഞ്ഞു. അപ്പോൾ ദയവ് ചെയ്ത് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഇതുപോലെ എറണാകുളം പട്ടണത്തിൽ പോലുള്ള ടൗണുകളിൽ ഒരു ധരണിയോ സമരോ പിക്കറ്റോ ഒന്നും ചെയ്യരുതെന്ന് പറയുകയാണ്. അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ദുരുദ്ദേശം ഉണ്ടെന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ച് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു മാസത്തിൽ 4 വെള്ളിയാഴ്ച. ഇന്ത്യയിലെ ഏതൊരു 2000 പാർട്ടി, ഞങ്ങളുടെ പാർട്ടി 2001-ാമത്തെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ പാർട്ടികളുണ്ട്. അവരെല്ലാം വിചാരിക്കുക അതിലെല്ലാം ശാഖകൾ കേരളത്തിലുണ്ട്. അവർ വിചാരിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വേണമെങ്കിൽ സമരം നടത്തി റോഡ് ബ്ലോക്കാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ കരുതി കൂട്ടി ശല്യം ചെയ്താൽ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ വളരെ കർശനം നിരോധിക്കേണ്ടി വരും. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഇതൊരു ജാതിയുടെ കാര്യമല്ല. പറഞ്ഞാൽ അത് ഇപ്പോൾ ഞായറാഴ്ച നമ്മൾ ചടങ്ങുണ്ടെങ്കിൽ അത് നോക്കാണ്. ഇനി മറ്റേ അമ്പലത്തിൽ പോകുന്നവർക്കുണ്ടെങ്കിൽ അത് നോക്കണം. എല്ലാ ജാതികൾക്കും ഇപ്പോൾ അമ്പലത്തിലോ പള്ളികളിലോ ചർച്ചിലോ പോകാനുള്ള അവസരം തടസ്സം വരുത്തുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഈ മലപ്പുറത്തെ മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന, മലപ്പുറത്തെക്കുറിച്ചുള്ള പറയാത്ത കാര്യം ഹിന്ദു പത്തിൽ വന്നവരൊക്കെ ചർച്ച കൊണ്ടിരിക്കുകയാണല്ലോ. അത് ഉരുണ്ട് കളിച്ച് നിൽക്കുകയാണ്. ഞങ്ങളിത് പറയുമ്പോൾ ഇപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എതിരില്ല. 1959 വിമോചന സമരത്തിലൂടെയാണ് എന്നെപ്പോലുള്ള എളിയവൻ പൊതുരംഗത്തേക്ക് വന്നത്. അന്ന് കേവലം 9 വയസ്സുള്ള 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. വാസ്തവത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അവിടെ അന്ന് 6 വയസ്സ് 11 വയസ്സുണ്ട്. പക്ഷേ എൻ്റെ ജ്യേഷ്ഠനോടൊപ്പം ചേർത്തുകൊണ്ട് എനിക്ക് വയസ്സ് കൂട്ടി. എൻ്റെ അമ്മാവൻ്റെ സ്കൂൾ ഹെഡ് മാസ്റ്റർ വയസ്സ് കൂട്ടി പറഞ്ഞു. അങ്ങനെ 2 വയസ്സ് കൂട്ടി പറഞ്ഞാണ്. അപ്പോൾ എൻ്റെ 4 വയസ്സ്, 5, 9, 10 വയസ്സ് വെച്ചോ. 10 വയസ്സ് ഉള്ളപ്പോഴാണ് ഞാൻ വിമോചന സമയത്തിൽ മുണ്ടശ്ശേരി തൊട്ട് കളിച്ചാൽ മന്നത്തോട് ചുട്ടുകരിക്കുക എന്നുള്ള മുദ്രാവാക്യം ഏറ്റുവിളിച്ചു. ഇന്നും അത് മനസ്സിലുണ്ട്. അവിടെ എപ്പോഴും ഒരു ഇടതുപക്ഷ ചായവോ ഇടതുപക്ഷ ചിന്താഗതിയോ എൻ്റെ മനസ്സിൽ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഒരുപക്ഷെ മരിക്കോളുണ്ടാവും. പക്ഷേ തെറ്റിനെ നമ്മൾ തെറ്റായി ചൂണ്ടിക്കാണും. അതിനിപ്പോൾ എൻ്റെ ഫാദറാണെങ്കിൽ ശരി, തെറ്റാണ് നമ്മൾ ചൂണ്ടിക്കാണും. അതുകൊണ്ട് വീണ്ടും പറയാണ്, അന്നത്തെ ആ പ്രസ്താവന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഭാവിയിൽ വരാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ അച്യുതാനന്ദനുണ്ടല്ലോ, 100 വയസ്സായ അച്യുതാനന്ദൻ ഇപ്പോൾ വിശ്രമം ചെയ്ത അദ്ദേഹം ഡൽഹിയിൽ വെച്ചൊരു പ്രസ്താവന നടത്തി. 2 പ്രസ്താവന നടത്തി. ഒന്ന്, ഇന്ത്യ മുസ്ലിം രാജ്യമാകുന്നു എന്നാണ്, പിന്നെ തിരുത്തി കേരളം എന്നാക്കി തോന്നുന്നു. മറ്റൊന്ന്, മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചാണ് ജയിക്കുന്നത്.
അപ്പോൾ ഈ ഒരു പ്രസ്താവന ഞാൻ ആലുവ പാലസിൽ വെച്ച് ഞാൻ കലൂർ മോഡൽ ടെക്നിക്കൽ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിരുന്നു. തന്നെയല്ല 400 സ്കൂളെ പറ്റുകൊണ്ട് കേരളത്തിൽ അതിൻ്റെ എല്ലാം PTA ജോയിൻറ്റ് കൗൺസിലിൽ ചെയർമാനുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കോടതി സംബന്ധമായിട്ട് സ്കൂളിലെ പ്രശ്നമുണ്ട്. അത് അന്ന് പ്രതിപക്ഷ നേതാവാണ് അച്യുതാനന്ദൻ, മുഖ്യമന്ത്രിയല്ല, കാണാൻ വേണ്ടി ഞങ്ങൾ ആലുവ പാലസ്, ഞാനും ആ സ്കൂളിലെ പ്രിൻസിപ്പാളും ചെന്നിരുന്നു. അപ്പോൾ പലരും സംസാരിച്ചു. അപ്പോൾ ഒരു ബനിയനും ഇട്ട് ഒരു ലുങ്കി എടുത്ത് ഇരിക്കുകയാണ് ആലുവ പാലസ് റൂമിൽ, ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം സംസാരിച്ച ശേഷം ഞാൻ ചോദിച്ച്, എന്താണ് സഖാവ് ഈ കോപ്പി അടിച്ച് മലപ്പുറത്തെ കുട്ടികൾ ജയിക്കുന്നു, അന്ന് എല്ലാ കൊല്ലവും കോപ്പി അടിക്കുക, അപ്പോൾ ഇവിടെ പോലീസോ അല്ലെങ്കിൽ ഒരു അന്വേഷണ വകുപ്പൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വളിച്ച് ചിരിയിരിച്ച്, അതല്ല അതൊന്നും ദുഷ്ടലാക്കായിരുന്നത് പോട്ടെ. അതുപോലെ ആയിരിക്കും ഇനി ഭാവിയിൽ ഈ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്ന അപാകത എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ വിഷയം അൻവറാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു, KT ജലീൽ മുസ്ലിം ലീഗ് അവിടെ ഇട്ട് വായിച്ചപ്പോൾ ഞാനാണ് 1.5 മണിക്കൂർ ഞങ്ങൾ എറണാകുളം റെസ്റ്റ് ഹൗസിൽ സംസാരിച്ചു. അങ്ങ് തീരുമാനത്തിൽ LDF പോയി മന്ത്രിയായതൊക്കെ. ഇപ്പോൾ അൻവർ സാഹിബ് ഞാൻ 2 ദിവസം മുൻപ്, അപ്പോൾ അൻവർ സാഹിബ് ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറി എന്ന് പറഞ്ഞ് ഇത് നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളൊരു 3/4 മണിക്കൂർ സംസാരിച്ചു. അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് ഇതായിട്ട് കൂടുതൽ സംസാരിച്ച് ഞാൻ അങ്ങോട്ട് പറയാതെ, അദ്ദേഹത്തിൻ്റെ PA സെക്രട്ടറിയാണ് അത് എല്ലാം കേട്ട്, എന്നാലും ഈ സ്പീക്കർ ഫോണിലായതിലും. അപ്പം ഞാൻ പറഞ്ഞു, സാറ് പുതിയൊരു പാർട്ടി തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ഇവിടെ പ്രേം നസീറിൻ്റെ അടുത്തൊന്നും എത്തില്ലല്ലോ, എന്ത് നോക്കാന്നാലും എത്ര പണമുണ്ടില്ല അൻവർ. അത് കേരളത്തിൽ പുതിയ പാർട്ടി വിജയിച്ചില്ല. പിന്നെ MP രാഘവനും KR ഗൗരിയമ്മ ഉണ്ടാക്കി, അത് വിഷയം വേറെയാണ്. അപ്പം അതുകൊണ്ട് സമാജ്വാദി പാർട്ടി ഉണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് വലിയ പരക്ക് കൂടാതെ പിടിച്ചെടുക്കുന്ന പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. പിന്നോക്ക് ചിന്തയുണ്ട്, മുന്നോക്ക് ചിന്തയുണ്ട്, എല്ലാം കൊണ്ട് BSP പോലെ അങ്ങനെ തളർന്നു പോയിട്ടില്ല. ഇപ്പം അഖിലേഷ് യാദവ് ആണെങ്കിലും അതിനുമ്പോൾ മുലായം സിംഗ് ആണെങ്കിലും അങ്ങനെ വലിയ, പിന്നെ ലാലു പ്രസാദ് യാദവിനെ പോലെ വലിയ ഒരു പരസ്യമായിട്ട് ചില പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നിട്ടില്ല. അപ്പോൾ അതിൽ ചേർന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ഉചിതമായിരിക്കും എന്ന് പറഞ്ഞ് ഞാനൊന്ന് സംസാരിച്ചു. ഞായറാഴ്ച അവരായിട്ടൊന്ന് കൂട്ടിമുട്ടാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ഇതിൽ മദ്രാസിൽ പോയി DMK കുഴപ്പമില്ല, DMK ഏതാണ്ട് ശരിയാണ്. പക്ഷെ അവിടെ ചെറിയ അപകടമുള്ളത്, DMKയും ഒരു പിന്നോക്ക പാർട്ടിയാണ്, സമാജ്വാദി പാർട്ടി പിന്നോക്ക പാർട്ടിയാണ്, മറ്റ് BSPയുമായ പിന്നെ RJD ജനത ഒക്കെ പിന്നോക്ക ഇതാണ്. പക്ഷെ അവിടെ ഈ സനാതന ധർമ്മത്തിൻ്റെ വിഷയം വരുമ്പോൾ അത് തമിഴ്നാട്ടിൽ പറ്റും, കേരളത്തിൽ അത്ര ശോഭിക്കുന്നറിയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി നല്ലത് സമാജ്വാദി പാർട്ടിയിലായിരുന്നു എന്നെനിക്ക് ഒരഭിപ്രായം അന്നുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ടത് അത് കാലം തെളിയിക്കട്ടെ. അപ്പോൾ ഏതായാലും പിന്നെ ഇടതുപക്ഷ സ്വഭാവം എന്താ വെച്ചാൽ, മറ്റ് എല്ലാ പക്ഷികളും അങ്ങനെയാണെങ്കിലും ആര് പറഞ്ഞു എന്ന് നോക്കരുത്, എന്ത് പറഞ്ഞു എന്നാണ് നോക്കേണ്ടത്. അതാണ് ലോകതത്വം. പക്ഷെ ഇവിടെ ഇപ്പോൾ അതല്ല. നമ്മൾ പത്രത്തിൽ കൊടുക്കാൻ കൊടുത്താൽ അടിയിൽ ഒപ്പിട്ട ആളാരെ നോക്കും, ആ ആളുടെ അനുസരിച്ചാണ് അവർ തീരുമാനം വലുത് ചെയ്തൊക്കെ ആക്കുന്നത്, അല്ലാതെ പറഞ്ഞ മാറ്ററല്ല. അത് വാസ്തുവില മാറ്ററിൻ്റെ പ്രസക്തി നോക്കേണ്ടത്. അത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് നമുക്ക് അനുകൂലമാണ് എങ്കിൽ എല്ലാം ശരി, നമുക്ക് എതിരെയാണെങ്കിൽ എല്ലാം തെറ്റ്. അതിന് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞില്ലേ, നമ്മൾ വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിൽ വീട്ടുമുറ്റത്ത് ഒരു അലൂമിനിയം പാത്രം, ഇത് അടുക്കള ഉപയോഗിക്കുന്ന ഒരു പാത്രം ഇരിക്കുകയാണ്, നമ്മുടെ കാല് മുട്ടിയാൽ കാരണവരെന്താണ്, ഇവിടെ മനുഷ്യൻ നടക്കുന്ന വഴിക്കാണ് പാത്രം വയ്ക്കാന്ന് പറയും. ആ പാത്രം വച്ച് തെറ്റായിപ്പോയി. പക്ഷെ അതേ പാത്രം തന്നെ മകൻ വൻ്റെ കാലം മുട്ടാണല്ലോ, അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്, ഇവിടെ മനുഷ്യൻ മുന്നിലെ മുഖത്ത് കണ്ടില്ല, ഇവിടെ പാത്രം ഇരിക്കാൻ കണ്ടില്ലെന്ന്. അപ്പോൾ എനിക്ക് മുട്ടുമ്പോൾ അത് മനുഷ്യൻ നടക്കുന്ന വഴിക്കാണോ പാത്രം വഹിക്കണേ എന്നുള്ള ആരോപണവും, മകൻ്റെ കാലം മുട്ടുന്നെങ്കിൽ നിന്റെ മുഖത്ത് കണ്ണില്ലേ, പാത്രത്തിൽ കണ്ടില്ലേ എന്നുള്ളത്. അപ്പോൾ 2 വ്യാഖ്യാനങ്ങൾ. അതൊക്കെയാണ് CPMൻ്റെയും കാര്യങ്ങൾ. നമുക്ക് അനുകൂലമാണെങ്കിൽ അത് ശരിയും, അനുകൂലമല്ലെങ്കിൽ തെറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ന്യൂനപക്ഷ അകൽച്ചയും ഭൂരിപക്ഷ അടുപ്പുമാണ് CPM പ്രതീക്ഷിക്കുന്നത്, കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, പിന്നെ ബാബ ഹാജി എന്ന മൊയ്തീൻകുട്ടി ഹാജി സ്പീക്കറായിരുന്നു. അദ്ദേഹം ഇതുപോലെ മുസ്ലിം ലീഗിൽ നിന്ന് മാറി ട്രിവാൻഡ്രത്ത് 1000 കാറിൻ്റെ അനുകൂടി കൂടിയാണ് മഞ്ചേരിയിലൊക്കെ വന്ന് പാർട്ടി ഉണ്ടാക്കിയതും ഓൾ ഇന്ത്യ ലീഗ് ഉണ്ടാക്കിയതും. അതിനെ ഒന്നും വിജയിക്കാതെ പോയി.
അപ്പോൾ ഞാൻ പറയുന്നു ഈ അൻവർ ഒന്നും ബാബുവേട്ട ഹാജിയുടെ അടുത്തോലും എത്തൂല. അതേ ആൾ തന്നെ ഒരു ആറടി പൂകൾ പൊക്കോണ്ട് പാരമ്പര്യമായിട്ട് പണം ഉണ്ടാക്കിയിട്ട് 1000 കാറ് മറ്റാണ് ട്രിവാണ്ടത്ത് നിന്ന് ഇവിടെ ഇങ്ങോട്ട് പോകുന്നത് മഞ്ചേരിയിലേക്ക്. 1000 എന്നത് അത്ഭുതമായിരിക്കും വെച്ചുണ്ട്. വളരെ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് മുമ്പിലൊക്കെ അൻവറിൻ്റെ വിഷയങ്ങൾ വരാം. അതൊക്കെ വരട്ടെ, തുടങ്ങുമ്പോൾ തന്നെ നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ ന്യൂനപക്ഷക്കാർഡും ഭൂരിപക്ഷക്കാർഡും കഴിഞ്ഞ EMS കാലത്ത് EMS എന്തെങ്കിലും സംസാരിച്ച ഉടനെ ഈ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ന്യൂനപക്ഷം പറയും, ഒരേ ശാസ്ത്രം തന്നെ പറയും. കാരണം രണ്ടു കൂട്ടം പിണക്കാൻ പാടില്ല, മോശമല്ലേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 6-8 വർഷമായിട്ട് LDF ഈ ഭൂരിപക്ഷ വർഗീയത പറയുന്ന കൂട്ടത്തിൽ ന്യൂനപക്ഷ വർഗീയത ന്യൂനപക്ഷം ഉച്ചരിക്കാറിയില്ല. പിണറായിയിൽ ആരുമില്ല. ഇപ്പോൾ വീണ്ടും തുടങ്ങി. ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയും തെറ്റാണ്, ന്യൂനപക്ഷ വർഗീയതയും തെറ്റാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടി വരുന്നു. ന്യൂനപക്ഷ വർഗീയത ആപത്തല്ല, പക്ഷേ ന്യൂനപക്ഷ വർഗീയത ഉണ്ടായാൽ ഭൂരിപക്ഷ വർഗീയത വളരും. ഭൂരിപക്ഷ വർഗീയത വളർന്നാൽ നാടിന് ആപത്താണ്. അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത നമ്മൾ എതിർക്കേണ്ടിയിരിക്കുന്നു, അനുകൂലിക്കാൻ പാടില്ല. ഓക്കെ, അതെല്ലാം നമ്മൾ സമ്മതിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴ് CPM-ൻ്റെ കളി വലിയ ഒരു ഇതാണ്. ഈ കളിയിൽ ഇപ്പം അൻവർ ഇങ്ങനെ പോകുന്നത് കൊണ്ട് നേട്ടം കിട്ടിയ 1-2 വ്യക്തികൾ 1-2 സംഘടനയുണ്ട്. ഉദാഹരണം PDPയുടെ കഴിഞ്ഞ 2-ാം തീയതി ഇൻസാഫ് പാർട്ടി അവർ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ഒരു ഉദ്ഘാടനം മധുരയുടെ ഫോട്ടോ വെച്ച് 4-5 പ്രാവശ്യമായിട്ട് സംസ്ഥാന കമ്മിറ്റി ഇൻസാഫ് പാർട്ടി ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി ഉദ്ഘാടനം ചെയ്തോട്ടെ. ചെറിയ പാർട്ടിയാണ്, പ്രശ്നങ്ങളുണ്ട്, നടക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. പുള്ളിക്ക് അപ്പോൾ ഇച്ചിരി അനക്കം വന്ന് പകരം PDP പോലെയുള്ള മുസ്ലിം പാർട്ടിയുടെ ഇടതുപക്ഷത്തിൽ ഇപ്പോൾ ഒന്ന് താങ്ങേണ്ടി വരുന്നു. KT ജലീൽ വ്യക്തിപരമായിട്ടും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ അവസ്ഥ ഉപയോഗിക്കണം. അന്ന് ഞാൻ പറഞ്ഞു അത് KT ജലീൽ ചെയ്ത് ശരിയായില്ല. കാരണം എത്രയോ അൻവറിനെ കൊണ്ടും ചാടി കയറ്റിയിട്ട് അവസാനം ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടിയോ എന്തിനാകട്ടെ അത് വാക്ക് മാറിയത് അതൊരു മുനാഫിക്തറ. മുസ്ലിങ്ങൾ ഒരു മുനാഫിക്കുന്ന വഞ്ചന പോലെ വരും. മുനാഫിക്തറ കപട വിശ്വാസം എന്ന് പറയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ശരിയാണ്, അത് കാലം തെളിയിക്കട്ടെ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷ പ്രീണനം, നമുക്ക് അത് തന്നെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നു. പ്രീണിപ്പിക്കുക അല്ലെങ്കിൽ ആനുകൂല്യം കൊടുക്കുക. ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായ നേതാക്കളോട്, ഈ ന്യൂനപക്ഷം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ച് മുസ്ലിങ്ങളാണ് ഇപ്പോൾ, അല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷവും മറ്റേ ബുദ്ധ ന്യൂനപക്ഷവും ആരും ചർച്ച എടുക്കുന്നില്ല. ക്രിസ്ത്യൻ ന്യൂനപക്ഷം അവർക്ക് വിഷയമല്ല, അതിങ്ങനെ സർവ്വസ്വതന്ത്ര സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകണം, യാതൊരു ഇതിപ്പം കൂടാതെ അശ്വമേധത്തെ തുറന്നു വിട്ടുള്ള പോകണം. പക്ഷേ അശ്വമേധ തുറന്നു വിട്ട് അവർ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. എന്നാൽ ഒരു സംഘം അവർ പറഞ്ഞ് 1970 വരെ ലെബനോൺ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായിരുന്നു, അതിപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായി. അതൊരു സത്യം ഉണ്ടില്ലായിക്കല്ല, നമ്മൾ പറയുമ്പോൾ എല്ലാം പറയട്ടെ. പക്ഷെ അതേസമയത്ത് 1000-ഓളം വർഷം സ്പെയിൻ മുസ്ലിം രാജ്യമായിരുന്നു. 1000-ഓളം വർഷം. ഇപ്പോൾ 400-500-ഓളം വർഷമായിട്ട് അത് ക്രിസ്ത്യൻ രാഷ്ട്രമായി. ഒരു ഭൂരിപക്ഷം മാത്രമല്ല, ക്രിസ്ത്യൻ രാജ്യമായി. അപ്പോൾ അതും അങ്ങനെയൊക്കെ ചിന്തിക്കണ്ടേ. അപ്പോൾ അതും നമ്മൾ പറയണ്ടേ. ഒരു കാര്യം പറയുമ്പോൾ എല്ലാ കാര്യവും പറയണ്ടേ, അതൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾ എന്താണ് ഇടതുപക്ഷം ഇത്രയും കാലം SNDP ഉൾപ്പെടെ NSS ഉൾപ്പെടെ എല്ലാ മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളാക്കി എല്ലാ ആൾക്കാരും അവരുടെ നേതാക്കളും പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് പീഡനം കൊടുത്തു, അവർക്ക് പ്രോത്സാഹനം കൊടുത്തു, ഒരു ആരിക്കൂരി കൊടുക്കുന്നു. എൻ്റെ വെള്ളപ്പള്ളി NSS പിന്നെ ക്രിസ്തീയൊക്കെ ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ കൊടുത്തത്? ഈ മുസ്ലിം സമുദായത്തിന് പിണറായി ഗവൺമെൻറ് കഴിഞ്ഞ 8 വർഷമായിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത്? കൊടുത്ത വ്യക്തിയായിട്ട് ഒരു ഇവിടെ NSS-ന് 10 സെൻറ്റ് സ്ഥലം ട്രിവാണ്ടത്ത് കൊടുത്തു. SNDP കണ്ട് 2-3 ഏക്കർ സ്ഥലം ഇവിടെ കൊടുത്തു, നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടല്ലോ അവിടെ കൊടുത്തു. അതുകൂടാതെ എന്ന സംഘടനക്ക് 6 സ്ഥലം 3 ഏക്കർ സ്ഥലം നാൾ കണ്ണായ സ്ഥലം തിരുവനന്തപുരത്ത്. ഇവിടെ ദളിതിൽ കുറയുന്ന ഇവിടെ സൗത്ത് സീഷോർ റോഡ്, കളത്തി റോഡിൽ ഒരു കോടികൾ മുടക്കിയ ഒരു സ്ഥാപനയ്ക്ക് കേവലം ലോകത്ത് അറിയപ്പെടുന്ന വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിൽ ആ മേനകെടുത്ത് ജെട്ടി ഉണ്ടാക്കി, പഴയ ജെട്ടി ഉണ്ടാക്കിയ അതിൻ്റെ പേര് നീടാൻ പറഞ്ഞ് ഞങ്ങൾ നിരന്തരമായ സമരം നടത്തി. വെറുതെ കിട്ടാതെ
അദ്ദേഹം വർഷങ്ങളോട് അവിടെ ഇരുന്നാണ്, മേനയുടെ ഭാഗത്ത് ബുക്ക് സ്റ്റാളിട്ട് ഇരുന്നാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ബേപ്പൂർക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ നാമകരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റും വലതുപക്ഷ ഗവൺമെൻറ്റും BJP ഗവൺമെൻറ് കേരളത്തിൽ വന്നിട്ടില്ലല്ലോ, വന്നുകൂടി എത്ര വർഷമായിട്ട് അത് ഒരു പേരും ഇട്ടുള്ളതുകൊണ്ട്, വെറുതെ പോട്ടിയിട്ടല്ല, ഒരു പേരും ഇട്ടിട്ടുള്ളത്. അതാണ് ഉദാഹരണം. പിന്നെ എന്താണ് ചോദിക്കുക വ്യക്തമായിട്ട് ഉദാഹരണ സഹിതം. നമ്മൾ വർഗീയം പറയുന്നില്ല, പിണങ്ങാൻ വേണ്ടി പറയുന്നില്ല. പിന്നെ എന്താണ് ഈ മുസ്ലിം സമുദായത്തിന് പിന്നെ കൊടുത്തത്? പിന്നെ 100 പേർക്ക് സിറ്റി വെള്ളപ്പള്ളി പറഞ്ഞ് 100 പേർക്ക് കാന്തപുരത്തിന് കൊടുത്ത്, കാന്തപുരം കാശ് കൊടുത്ത് വാങ്ങിച്ചാണത്. സർക്കാർ ഒരു ബിൽഡിംഗ് പണിയാൻ ഒരു അനുവാദം കൊടുത്തതല്ല, ഒരു സഹായം ചെയ്തിട്ടില്ല, ഒരു സബ്സിഡി ഇല്ല. ഇവിടെ മാണിസാറിൻ്റെ 5 കോടിയായിട്ട് കൊടുത്ത് പ്രതിമ പണിയാനായിട്ട്, പിള്ള സാറിന് കൊടുത്ത് എത്ര കോടികൾ കാലത്ത് കൊടുത്ത്, 6 ഭാഗങ്ങളുടെ വന്നത്. അതേ സമയത്ത് മുസ്ലിം നാമധാരി എന്നുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പേരുകാരന് ഈ LDF ഒരു വെയിറ്റിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ചുരുക്കം പറയല്ലേ, വെയിറ്റിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കി അവിടെ നമ്മുടെ കോർപ്പറേഷൻ മേയറായിരുന്ന മുഹമ്മദിന് ഒരു 1/2 സെൻറ്റിലായിട്ട് ഒരു പെട്ടിക്കട പോലെ ഉണ്ടാക്കി, ഒരു വായനശാല ഉണ്ടാക്കി നമ്മുടെ ഈ ഭാഗത്ത്, അയ്യപ്പങ്കാവിൻ്റെ ഭാഗത്ത്, ഉള്ളിൻ്റെ ഉള്ളിൽ 1/2 സെൻറ്റ് പറ്റുള്ളൂ, ഒരു ചെറിയ ഓല ഷെഡ് പോലെ. വേറെ എന്താണ്? ഒരു സ്ഥാപനമാകട്ടെ അല്ലെങ്കിൽ ഒരു അറിയപ്പെടുത്തിയിലാട്ടെ മുസ്ലിം സമുദായത്തിൽ വേറെ എന്തെങ്കിലും നോട്ടം കട്ടെ എന്ത് ചെയ്തിട്ടുണ്ട്? എന്നിട്ട് ഇത്രയും തീവെട്ടിക്കൊള്ളുകയും അനീതിയും പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ ബുദ്ധിയുള്ള മറ്റിതര സമുദായ നേതാക്കളെ, മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ എന്തെങ്കിലും അനീതി ചെയ്താൽ ഞങ്ങൾ തികച്ചും ചോദ്യം ചെയ്യാറുണ്ട്. ചോദ്യം അതുപോലെ നിങ്ങളിത് ചോദിച്ചിട്ടോ? ഒരു മുസ്ലിം നേതാവ് ഇങ്ങനെ എപ്പോഴും പ്രതികരിച്ചത് എന്താണോ നിങ്ങൾ മുസ്ലിങ്ങൾ കൊടുത്തിട്ടുള്ളത്? ഒന്ന് പറയാൻ നോക്കി. തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ചിരിക്കുള്ളത് ഒരു ഒന്നൊരു തള്ളു. അതായത് ഈ 80-20 കേസിൽ ഇപ്പോൾ ഈ മഹാനായ ജലീലുള്ള KT ജലീൽ, ഈ അദ്ദേഹം ന്യൂനപക്ഷ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നല്ലോ. 80-20 കേസിൽ എന്തോ ഒരു അനീതിയാണ് ഈ സമുദായത്തോടുകൾ കാണിച്ചത്. ഞാൻ പറഞ്ഞു, ഈ സമുദായത്തിന് വേണ്ടി വാദിക്കാൻ ആൾ കുറവായതുകൊണ്ടും സത്യം മുഖം വികൃതമായതുകൊണ്ടുമാണ് ഞങ്ങൾക്ക് ഇതിന് സമയം ഉണ്ടായിട്ടില്ല. കാരണം ആകെ കൂടി 10 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ്, ആകെ 10 കോടിയുള്ളൂ. അതിൽ 20% വെച്ചാൽ എത്ര വരും? അതാണ് വ്യത്യാസം. കൂടുതൽ കൊടുത്തോണ്ട് അത് കൂടി കണക്ക് പറഞ്ഞ് നമ്മുടെ സഭ വാങ്ങിച്ചു. എന്നാൽ സഭയോട് ചോദിക്കട്ടെ, സർക്കാർ അധ്യാപകർ ഉൾപ്പെടെ ജോലിക്കാരിൽ നിങ്ങളുടെ കോളേജിനും സ്ഥാപനങ്ങൾക്കും പിന്നെ മെയിൻ്റനൻസ് ശമ്പളമൊക്കെ ആയിട്ട് എത്ര കോടി രൂപയാണ് ഒരു കൊല്ലത്തിൽ ഖജനാവിൽ നിന്ന് അനുഭവിക്കുന്നത്? എത്ര കോടി രൂപ? ഒരു അധ്യാപകനറിയാലോ, അധ്യാപകന് 25 കോടി ഒരു കൊല്ലം. ഇപ്പോൾ ഒരു കോളേജ് അധ്യാപകനൊക്കെ കൊല്ലത്തിൽ 25 കോടി കിട്ടും. ഒരു 10,000 അധ്യാപകരുണ്ടെങ്കിൽ എത്ര കോടി കിട്ടും? അങ്ങനെയൊക്കെ നിൽക്കുക. അതൊന്നും കാണാതെ കേവലം ഈ 20 കോടിയുടെ 20% 40 ലക്ഷം, 20 കോടി 20 ലക്ഷം 40 ലക്ഷം രൂപ, അതാണ് കൂടുതൽ കിട്ടിയെന്ന് പറയുന്നത്. അത് മുഴുവൻ കൊടുത്തിട്ടില്ല. അതിനു വേണ്ടി നിങ്ങൾ കോടതിയിൽ പോയി സമരം ചെയ്ത് എത്ര പത്രസമ്മേളനത്തിൽ കോലാഹലം നടത്തി. അതൊക്കെ ശരിയാണോ? സഭാ നേതൃത്വമേ, NSS നേതൃത്വമേ, SNI നേതൃത്വമേ, റിക്വസ്റ്റ് വിനയമായിട്ട് ചോദിക്കാതെ അവരെല്ലാം നമ്മൾ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം സ്നേഹത്തിൻ്റെ ഭാഷയിലാണ്. അല്ലാതെ ഒരിക്കലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ NSS നേതാക്കളെയും SNDP നേതാക്കളെയും സഭാ നേതൃത്വത്തെയും നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും, ബഹുമാനിക്കുകയും ചെയ്യും, ആദരിക്കുകയും ചെയ്യും. പക്ഷെ ആരാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പോകുന്നല്ലാതെ ഒരു ഇഷ്ടമില്ല. ഇതിനൊക്കെയാണ് സത്യമെങ്കിൽ എൻ്റെ പൊന്ന് കുട്ടി സഖാക്കളെ, ഈ മുസ്ലിം സമുദായത്തിന് കൊടുത്ത കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്താണ് വായി തുറക്കുക? നിങ്ങൾ വിളിച്ച് പറയണ്ടേ? ഇല്ലില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ 20 കാര്യത്തിൽ ജലീലും ഇടതുപക്ഷം മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും ഇലക്ഷനെല്ലാം കഴിച്ച് കിട്ടാതെ വോട്ട് കിട്ടിയതിന് ശേഷമാണ് പറഞ്ഞത് ഇല്ല ഞങ്ങളൊന്നും കൂടുതൽ കൊടുത്തിട്ടില്ലെന്ന്. അതായത് ഹിന്ദു പദ്ധതിയിൽ കഴിഞ്ഞ ദിവസം വാർത്ത വന്നതാണ്, മലപ്പുറത്ത് ഹവാല പണമൊക്കെ രാജ്യദ്രോഹ കുറ്റത്തിനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു പദ്ധതിയിൽ വെണ്ട കക്ഷത്തിൽ വന്നു. എന്നിട്ട് പിറ്റേ ദിവസം എൻ്റെ 3-ാം തീയതി ഒന്ന് ചെറിയ ചരമ്പക്കോളത്തിൽ വന്നു. അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് പറ്റത്. അത് ആരറിയാൻ പോകുന്നു?
അപ്പോഴേക്ക് ന്യൂസ് എത്ര ഇരട്ടി വളരും. ഞാൻ ഉദാഹരണം പറയും, ഐക്യരാഷ്ട്ര സംഘടന നിങ്ങൾക്കറിയാലോ, അത് ഹെൽത്ത് സെക്ഷൻ 100 കോടി ഡോളറിൻ്റെ പരസ്യമുണ്ട് പുകവലി നന്നല്ല എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? എന്താണ് 100 കോടി രൂപ പുകവലി നന്നല്ല എന്ന് പരസ്യം കൊടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് സിഗരറ്റ് കമ്പനികൾ സിഗരറ്റ് വലിക്കുന്നല്ല അതുകൊണ്ട് പരസ്യം കൊടുക്കും. ആ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പരസ്യങ്ങളിൽ 100 കോടി അപ്രസക്തമായി പോകുന്നു. ഒരു പെട്രോമാക്സ് കത്തിച്ചാൽ ഒരു മുറിക്കകത്ത് ഒരു മെഴുതി വെച്ചാലും ശ്രദ്ധിക്കുമോ? അതുപോലെ ഈ വാർത്ത ദേശവ്യാപകമായിട്ട് വളരെ പ്രചരണം നടത്തുകയും അതിനെ മിസ്യൂസ് ചെയ്ത് ഓരോരുത്തരും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ 3-ന്റെ അന്ന് ഒരു ചരമകോളത്തിൽ ഇങ്ങനെ വന്നു. അതാരെങ്കിലും ശ്രദ്ധിക്കുമോ? അതാ പറഞ്ഞത്, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും അസത്യം ലോകം മുഴുവൻ ഏഴ് കൊണ്ട് ചുറ്റിക്കാണെന്ന് പറഞ്ഞത്. ഇതൊക്കെ ഒരു ഫിലോസഫി അല്ലേ, തത്വജ്ഞാനല്ലേ? അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെയുള്ള LDF ആണെങ്കിലും ഒരു പരിധി UDF ആണെങ്കിലും, അപ്പോൾ സംസ്കൃത സർവകലാശാല തുടങ്ങി ലീഗുകാർ, പക്ഷേ അറബി സർവകലാശാല ഇട്ടുകൊണ്ടുപോയി. അങ്ങനെ ഏത് നിലക്കും ഈ സമുദായത്തെ ഒറ്റപ്പെടുത്തുക മാത്രമല്ല തകർക്കാനുള്ള തന്ത്രവും ചെയ്യുകയാണ്. അത് പണ്ടുണ്ട് ഇപ്പോഴുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വലിയൊരു അപകടം നടക്കുന്നത്, അത് നെഹ്റു പറഞ്ഞ്, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെ വർഗീയതയേക്കാൾ കഠിനവും അപകടവുമാണ് വിദ്യാഭ്യാസം ഉള്ളവൻ്റെ വർഗീയത. പക്ഷെ വടക്കേന്ത്യ വർഗീയതയല്ല, കേരളത്തിൽ വർഗീയത വിദ്യാഭ്യാസമുള്ള വർഗീയത, അത് കൂടുതൽ അപകടം ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് 40% മുസ്ലിങ്ങളുണ്ട്. ഒരു രഹസ്യ കണക്ക് കൂട്ട് മുഴുവൻ ശരിയെന്നറിയില്ല, സെൻസസ് വന്നിട്ടില്ല. അപ്പോൾ അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തി 60% യോജിച്ച് എന്നിട്ട് അവരെ തകർക്കാമെന്നുള്ള ഒരു ഗൂഢാലോചന ചില ഗ്രൂപ്പിൽ നിന്ന് വരുന്നുണ്ട്. അതും മുഴുവൻ വില പോവില്ല. കേരളത്തിലെ മലയാളി സമൂഹം അതിൽ കൂട്ടി നിൽക്കില്ല. എങ്കിൽ കണക്കൂട്ടിൽ എങ്ങനെയാണ് എല്ലാ നിലക്കും അവരെ കൂടെ ഒറ്റപ്പെടുത്തുക. പേര് മതി. പിന്നെ മുജാഹിദാണെങ്കിലും ജമാഅത്താണെങ്കിലും വഹാബിയൊക്കെ ആണെങ്കിലും പേര് കൊണ്ട്. ഇപ്പോൾ മനാഫിൻ്റെ പേരുണ്ടില്ലേ, പിന്നെ ഇത് ഇപ്പോൾ അൻവറിൻ്റെ പേരുണ്ടല്ലേ. അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ അവിടെ ജാതി വന്ന് വർഗീയത വന്നല്ല വന്ന്. ബാക്കി ആരും പാർട്ടി തുടങ്ങിയ ഒരു വിഷയമില്ല. ഇപ്പോൾ ശിവസേന പാർട്ടി കൊണ്ട് കുഴപ്പമില്ല, RSS തുടങ്ങി കുഴപ്പമില്ല. ഈവൻ ഹസൻ ഹംസ VP അൻവർ ഒരു പാർട്ടി തുടങ്ങിയപ്പോൾ അപകടം. അപ്പോൾ ഇവിടുത്തെ ഈ വിഭാഗത്തിൻ്റെ ചിന്ത വെച്ചാൽ, നിങ്ങൾ മുസ്ലിം ലീഗിനെ പോലെ നിങ്ങൾ ഒരുമിച്ച് സംഘടിച്ചോ കുഴപ്പമില്ല. പുറത്തുനിന്ന് ഒരാളെ വലിക്കുകയോ മറ്റുള്ളവർക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുകയോ ചെയ്ത്. ഞാൻ ഒരിക്കലും കൂടി ക്ലിയർ ആയിട്ട് മുസ്ലിം സമുദായത്തോട് പറയണം, ബുദ്ധിയുള്ളത് കേട്ടോ. ഇവിടുത്തെ നോൺ മുസ്ലിം ഒരു അമുസ്ലിം നേതാക്കളിൽ നല്ലൊരു ശതമാനത്തിന് ചിന്ത അറിയുമോ? നിങ്ങൾക്ക് ഒരു പാർട്ടി ഉണ്ടാക്കാം, ഒരു സംഘടന ഉണ്ടാക്കാം, അത് നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് മാത്രം. പുറത്തുനിന്ന് ഒരാൾ വരാവുന്ന സാഹചര്യം ഉണ്ടാക്കുകയോ പുറത്തുള്ളവർക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കുകയോ ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം മുസ്ലിം ലീഗിന് ഒരു കുഴപ്പമില്ല. അല്ല, അതാണ് ലീഗുകാർ മാത്രമേ ഉള്ളൂ, മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തടസ്സമൊന്നുമില്ല. പടവൂർ ലേലച്ചിട്ടിയിൽ ലേലത്തിൽ വിളിച്ച് ലേലം കൂടുതൽ വെച്ച് എൻ്റെ വരുമാനം ചിലവ് കുറയില്ല, അങ്ങനെ ഉള്ള. അപ്പോൾ ഒരു ഉമ്മാമ്മ പറഞ്ഞു, മോനെ എന്തോരം വേണം വിളിച്ചോ, ഉമ്മാമ്മക്ക് വേണ്ടെന്ന്. കുറച്ച് വിളിക്കുക. 10,000 രൂപ ചിട്ടി ഇങ്ങനെ 1000 കുറച്ച് 2000 കുറച്ചാൽ കുറച്ച് 4000 5000 വരെ കുറച്ചുകൂടി കാശ് ആവശ്യമുള്ളവന് പകുതി കുറച്ചാൽ അപ്പം കാശ് കിട്ടാൻ വിളിക്കും. അങ്ങനെ 5000 കുറച്ച് വെച്ചാൽ അതിൻ്റെ അടവ് കുറച്ച് മതി, ഡിവിഡൻറ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഈ ഉമ്മാമ്മ പറഞ്ഞ പഴയ ബുദ്ധിയാണെങ്കിലും, മോൻ എന്തോരം വേണമെങ്കിലും കുറച്ച് പിടിച്ചോ, ഉമ്മാമ്മക്ക് വേണ്ടത് എന്ന് പറഞ്ഞാലേ, നിങ്ങൾ സംഘടന മുസ്ലിം ലീഗിനെ പോലെയുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കി ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ വീണ്ടും മുസ്ലിം സമുദായത്തിൽ ഞാനൊക്കെ എത്ര കാലം ഉണ്ടാവും, ബുദ്ധിയുള്ള ചെറുപ്പക്കാരോട് പറയണത്, നിങ്ങൾ കോമണായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കുകയോ കോമണായിട്ട് ഉണ്ടാക്കി മറ്റുള്ളവരെ നേതൃത്വം കൊടുക്കുകയോ ചെയ്താൽ ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. അതാണ് എല്ലാ പാർട്ടി. പ്രേംനസീർ വന്നു കർണാടകയിൽ പാർട്ടി ഉണ്ടാക്കി, സിനിമക്കാർ കുഴപ്പമുണ്ടായില്ല. തമിഴ്നാട്ടിലുണ്ടാക്കി, ആന്ധ്രയിലുണ്ടാക്കി, ബോംബെയിൽ വരെയും വന്നിട്ടുണ്ട്, ഡൽഹിയിലൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിൽ പ്രേംനസീർ എന്നൊരാൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ എന്തൊക്കെ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞു നിർത്താൻ പോകണം. അപ്പോൾ ഇതിൻ്റെ ഈ ദുഷ്ടലാക്ക് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? നമ്മളത് അറിയുന്നുണ്ട്, നമുക്ക് ബോധ്യമുണ്ട്, ഉറങ്ങിക്കിടക്കല്ല എന്നുള്ള കാര്യം അവരറിയിക്കുക. അതാണ് പ്രധാന ചടങ്ങ്. അത് ഞാൻ സഭയോടൊക്കെ എന്ന് പറഞ്ഞങ്ങനെയാണ്. അപ്പോൾ ഇത്തരണത്തിൽ LDF ആണെങ്കിലും മറ്റേതാണെങ്കിലും കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്നു എന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ കുറച്ചുകൂടിയൊക്കെ
ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ നമ്മുടെ CPI ആ വയനാട് സീറ്റ് കൊടുത്ത് ഇങ്ങോട്ട് എതിർക്കാം, ഇന്ത്യ മുന്നണി ഒത്തുകൂടിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, നല്ല കാര്യം. ഞങ്ങളുടെ ഇപ്പോൾ ബീഹാറിലും പ്രശ്നങ്ങളാണ്, നിതീഷൊക്കെ അത് ഇടയുന്നുണ്ട്, നല്ലതാണ്. അതുപോലെ ഇന്ന് നമ്മുടെ സുധാകർജി പറഞ്ഞു 75 വയസ്സിൽ സുധാകർജി പറഞ്ഞാലോ 75 വയസ്സ് കഴിഞ്ഞവർക്ക് മത്സരിക്കാൻ പാടുള്ളത് ആരാ പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല, അതിന് മത്സരിക്കാൻ ആളില്ലെങ്കിൽ പ്രായൊരു വിഷയമാണെന്ന്. എൻ്റെ സുധാകർജി സാമാന്യം അല്പം വായിക്കുന്ന കൂട്ടത്തിലാണ് സുധാകർജി, CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ. ഈ കിട്ടിയവർക്ക് മാത്രം മതിയോ? ഇവിടെ വെള്ളം കോരണം പ്രവർത്തിക്കാനും മുഷ്ടി കിട്ടാനും ചെറുപ്പക്കാർ എല്ലാ പാർട്ടിയിലും, പ്രത്യേകിച്ച് CPI ML ഒക്കെ എത്ര ലക്ഷങ്ങളാണ് ചെറുപ്പക്കാർ വന്നിരിക്കുന്നത്. അവർക്കെല്ലാം ഒരു അവസരം വേണ്ടേ? അതിന് 75 വയസ്സ് കഴിഞ്ഞാൽ മത്സരിക്കണമെന്ന് ആരാ പറഞ്ഞേക്കുന്നത്? തന്നെയല്ല, ആരും മത്സരിക്കാൻ ഇല്ലെങ്കിൽ 75 വയസ്സുകാർക്ക് മത്സരിക്കാൻ പാടില്ല എന്നാണ്. എന്നുവെച്ചാൽ നമുക്കെല്ലാം മരിക്കോളം ആ അധികാര പദവിയിലിരുന്ന് വേണം ജീവൻ പോകാൻ. അഹമ്മദ് സാഹിബ് പാർലമെൻറ്റിൽ കിടന്ന് മരിച്ചു പോലെ വേണം, അതാണ് എല്ലാവരും ആഗ്രഹം. അങ്ങനെയൊക്കെ ചിന്തിക്കലിൻ്റെ സുധാകരൻ സാറൊക്കെ കുറച്ചുകൂടിയൊക്കെ മോഡേണാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളൊക്കെ ഒരു പേര് കമ്മ്യൂണിസ്റ്റുള്ളൂ, നിങ്ങൾക്ക് പക്ക കമ്മ്യൂണിസ്റ്റല്ലേ. അങ്ങനെ ചിന്തിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ വയനാട് ഭാഗത്ത് 200-300ഓളം പേര് ഏതോ റിസോർട്ടിൽ പോയിട്ട് ഒരു ചെറിയ ഉരുള് പൊട്ടി ഇരിക്കുകയാണ്. ഇനിയൊരു ഉരുള് പൊട്ടി അവർ ഒറ്റപ്പെടും, അത് സഹായിക്കും, വിമാനം ഒരു ഹെലികോപ്റ്റർ കൊണ്ട് നിലവിളിക്കുന്നുണ്ട്. നിരന്തരമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് കേരളത്തിൽ ഇത് ആഴ്ചകളോളം വലിയ മഴ ഉണ്ടാകും, തടസ്സമുണ്ടെന്നൊക്കെ നിരന്തരമായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടും വാർത്തയിൽ കൊടുത്തിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ആഘോഷിക്കാനും ആസ്വദിക്കാനും പോയി ഈ മണ്ടന്മാരെ. ഒരു സംവിധാനമുണ്ട്, സർക്കാർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും, അതൊക്കെ ശരിയാണ്, കോടികൾ മുടക്കിയാണെങ്കിലും അത് ധിക്കാരും അഹങ്കാരമല്ലേ? ഈ മഴയുടെ കാലം കഴിഞ്ഞിട്ടെങ്കിൽ റിസോർട്ടിൽ പോയി പെണ്ണ് പിടിക്കാൻ പോയി പറയുന്നോ? എന്നിട്ട് ആഹ്വാനം ചെയ്യാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കുന്നത്. കാരണം കണ്ടു മടുത്താതി പറയുന്നത്. അപകടം വന്നാൽ രക്ഷപ്പെടുത്തുന്ന ഒരു സംശയം ജീവിച്ചിരിക്കുന്നതിൻ്റെ ബുദ്ധിയുള്ളവൻ്റെ ബോധമുള്ളവൻ്റെ ചുമതലയാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ സർക്കാർ നിരന്തരമായിട്ട് പറയുന്നു കേരളത്തിൽ 7 ജില്ല 8 ജില്ല 10 ജില്ലയൊക്കെ ശക്തമായ മഴയുണ്ട്, സുനാമി അതൊക്കെ ഉണ്ടെന്ന് പറയുന്ന അനൗൺസർ എല്ലാ റേഡിയോ എടുത്താലും TV എടുത്താലും കാണുന്നുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ വീണ്ടും റിസോർട്ടിൽ പെണ്ണ് പിടിക്കാൻ പോയവരൊക്കെ എന്ത് ചെയ്യണവരൊക്കെ അഹങ്കാര ധിക്കാരല്ലേ? അങ്ങനെ നമ്മളത് അനുകരിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി വഴിപ്പെടുകയോ ചെയ്ത് സ്വസ്ഥമായ അന്തരീക്ഷത്തിലാണെങ്കിൽ പൂർണ്ണമായിട്ട് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നിങ്ങൾ പോയിക്കോ, ഒരു കുഴപ്പമില്ല. റിസോർട്ടൊക്കെ എന്താണ് പെണ്ണ് കൊടുത്താണ് മെയിൻ ലക്ഷ്യമല്ലേ. പണ്ടൊക്കെ പോലീസ് പിടിക്കും, റിസോർട്ടിലൊക്കെ പോയി പിടിക്കില്ല. പക്ഷെ ഇപ്പോൾ അതിനും പോലെ പറ്റി അവിടെ 5000 കൊടുത്തെടുത്ത് 1000 രൂപയ്ക്ക് ഇപ്പോൾ എറണാകുളം പട്ടണത്തിൽ വന്ന് ടീച്ചർ കാർഡ് ഉണ്ടെങ്കിൽ ഏത് പെണ്ണും പുരുഷനും വന്ന് അവൻ്റെ ഭക്ഷണം കഴിച്ച് പോകാൻ തടസ്സമില്ല. നിയമം സുപ്രീം കോടതി പാസ്സാക്കി. അവിടെ റിസോർട്ട് പലതും അടക്കിടക്കാണ്. ഇതൊരു പ്രചാരണമാണ്, റിസോർട്ടിൻ്റെ പേരും പറയണം, വേണ്ടക്കാട്ടി പരസ്യമാണ് റിസോർട്ടിൻ്റെ പേര്. ഞങ്ങൾക്ക് നോട്ട് വെച്ചിട്ടുണ്ട് റിസോർട്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്യില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്താം. ഞാനത് ഒരിക്കലും കുറ്റപ്പെടുത്തിയല്ല, അങ്ങനെ അത് അനുകരിക്കരുത്, അത് ആവർത്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തും. ജയ് ഹിന്ദ്.